മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന എൻ.ഡി.എ മുഖ്യമന്ത്രിയാകാൻ ഫട്നാവിസ്. ആകെയുള്ള 288-ൽ 235 സീറ്റിൽ മഹായുതി, 133 സീറ്റ് നേടിയ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷി. തകർന്നടിഞ്ഞ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും. ഹിന്ദുത്വ ദേശീയതയ്ക്ക് ആഴത്തിൽ അടിവേരുള്ള മണ്ണാണ് ശിവജിയുടെ മറാഠാ ദേശമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ജനവിധി. 100-ലധികം സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ബി.ജെ.പി ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മുംബൈയും താനെയും കൊങ്കണും വിദർഭയും അടക്കം എല്ലാ മേഖലയിലും കാവിപ്പടയുടെ മുന്നേറ്റം. എൻ.ഡി.എയിലെ ശിവസേനയും എൻ.സി.പിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ മഹായുതിക്ക് തുടർഭരണം. കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞു. 102 മത്സരിച്ച കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് 20-ൽ താഴെ മണ്ഡലങ്ങളിൽ മാത്രം. മഹാരാഷ്ട്രയിലും കോൺഗ്രസിന് മേൽവിലാസം നഷ്ടപ്പെടുമെന്ന് വ്യക്തമായ സൂചന നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. ശിവസേന ഉദ്ധവ് പക്ഷത്തിനും എൻ.സി.പി ശരത് പവാർ വിഭാഗത്തിനും ഒരു ചലനവും സൃഷ്ടിക്കാനാവാത്തതും ഇന്ത്യ മുന്നണിയുടെ തകർച്ചയെ സമ്പൂർണ്ണമാക്കി. ജനസംഖ്യയിൽ രണ്ടാമതുള്ള മഹാരാഷ്ട്രയിലെ ഭരണ തുടർച്ച ബി.ജെ.പി ദേശീയ നേതൃത്വത്തിനും കൂടുതൽ കരുത്തു പകരും. ജനം, ഡൽഹി.